മിണ്ടല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുട്ടി ബാക്ക് പാക്കിംഗ് ആണ്. അപ്പം നമുക്ക് മനസ്സമ്മതം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അന്ന് ഇത് ഒരു തമാശ പോലെ എടുത്തെങ്കിലും ഇന്ന് കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര ഫീൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും അനേരം കൂടിയിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് പാക്ക് ചെയ്യാനാണ് അനേറെ പോകുന്നത്? ഇതെന്തിനാ ഈ പെട്ടി പാക്ക് ചെയ്യണേ? സീൻ അതിന് മേമ പോണില്ല. മേമ വെറുതെ പാക്ക് ചെയ്യണേ ഉള്ളേ കേട്ടാ. പോണില്ല. പോവാം. നാളെ പോകണുള്ളൂ. പോവാം. ഇല്ല. ഇതിപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. ഇത് ചെറിയൊരു വേർഷൻ മാത്രമാണ് കേട്ടോ. ഈ ഒരാഴ്ച എങ്ങനെ കടന്നുപോയെന്ന് എനിക്കറിയില്ല. അമ്മാതിരിയായിരുന്നു വീട്ടിൽ. സങ്കടവും കരച്ചിലും ബഹളവും എല്ലാം കൂടി നമ്മുടെ ഒരാഴ്ച മനസ്സമ്മതം കഴിഞ്ഞ് എങ്ങനെയാണ് പോയെന്ന് അറിയത്തില്ല. എൻ്റെ വീട്ടിൽ മമ്മിയും ചേച്ചിയും ഉണ്ണിയൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതിൽ. ഏറ്റവും വിഷമം ഉണ്ടായിരുന്നത് വേറൊരാൾക്കാണ് കേട്ടോ, എൻ്റെ മമ്മിയും ഞാനും പറയണ്ട, ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങളൊന്നും അങ്ങനെ പുറത്തൊന്നും പോയി പഠിക്കാത്തതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഹോം സിക്നെസ് കൂടുതലാണ്. അപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നിട്ടും നമുക്ക് എന്തായാലും ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഇതും ലൈഫിൻ്റെ ഓരോ ഫേസാണല്ലോ. അപ്പോൾ നമ്മളതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പോൾ എളുപ്പമുണ്ടെങ്കിലും അത്ര എളുപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിങ് കിടക്കാം. അപ്പോൾ ഈ ട്രോളിനെ കുറിച്ചിട്ടൊരു കഥയുണ്ട് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഒരു കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർ എനിക്ക് വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ട്രോളിയാണ് എടുത്തത്. ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണ്ടുള്ളൂ. കാരണം കല്യാണം ഞായറാഴ്ചയാണ്, അത് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ കൊണ്ടുപോകാം. അപ്പോൾ അത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അത്ര ദിവസത്തേക്കൊക്കെ ഇതിനകത്തെല്ലാം അത്യാവശ്യം കൊള്ളും. അപ്പം ഞാൻ ഈ ഒരു ട്രോളിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനേർ ഇച്ചിരി വിഷമത്തിലായിരുന്നു കേട്ടോ. അനേർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അനേർ ഇച്ചിരി കയ്പായിരുന്നു. നേരെ ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണം. ഒരു ചുരിദാർ കൂടി സെറ്റ് കയ്യിൽ വെക്കാം. പാഡ് വെച്ചോ? അത് വെക്കണം. ഹെൽപ്പ് ചെയ്ത് തന്നെ. താങ്ക് യു ബന്ന, ഐ ലവ് യു. അനേരോട് വാക്ക മേമ്മയുടെ മമ്മ ഞങ്ങളിങ്ങനെയൊക്കെ പെട്ടി എടുക്കുക. എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. എൻ്റെ കുറച്ച് ഡ്രസ്സും പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആ ഒരു പെട്ടിയിൽ വെച്ച് കൊണ്ടുപോകണം എന്നൊക്കെ. എക്സാമ്പിൾ നമ്മുടെ പുതപ്പ്, സോപ്പ്, ചീപ്പ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണേക്കാം. പക്ഷേ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അത് അങ്ങോട്ട് മേമ ഇതാക്കി വെക്കട്ടെ. വാവ്, സൂപ്പർ. അനേറെ കുട്ടിയുടെ ഡ്രസ്സാണോ? അനേറെ മേമയുടെ ഡ്രസ്സ് ഒതുക്കി വയ്ക്കുകയാണോ? മേമ എങ്ങടെ പോണേ? നേരെ എവിടെ പോണില്ലേ? മേമ പേപ്പയുടെ വീട്ടിലേക്ക് പോവാ.
പോപ്പയുടെ വീട്ടിലേക്ക് പോണ്ടേ? എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ കുറച്ച് നല്ല ടോപ്പുകളും ജീൻസ് ടോപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നൈറ്റ് വെയേഴ്സും ഇന്നറുകളും പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. എനിക്ക് അന്നൊക്കെ എൻ്റെ പീരിയഡ്സ് ടൈം ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു പാഡ് 2 പാഡിൻ്റെ പാക്കറ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഗേൾസിന് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ തന്നെ നമ്മുടെ കുട്ടി ഒരു മേക്കപ്പ് കിറ്റും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അതെന്നെ അങ്ങോട്ടും കൊണ്ടുപോകുന്നു, അത്രയും തന്നെയുള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടി വേറെ കുറേ കാര്യമായിട്ട് ഞാൻ മേടിച്ചു കൂട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുതന്നെയാണ് അങ്ങോട്ടും കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആ ഒരു ട്രോളിയിലുണ്ടായിരുന്ന സാധനങ്ങൾ. പിന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ട്രോളിയിൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ അതും കൊണ്ടുപോകുന്നുണ്ട്. അത്ര മാത്രം തന്നെ ഞാൻ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് പീരിയഡ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പാഡ് 2 പാക്കറ്റ് ഞാൻ കരുതി. അതാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, പിന്നെ നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ അത് നമുക്ക് എന്തായാലും കരുതണം. അത് നമ്മൾ എവിടെ പോയാലും നമ്മൾ കരുതണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി കരുതി കേട്ടോ. അപ്പോൾ അത്രയും തന്നെയുള്ളൂ എൻ്റെ കുട്ടി ഒരു ബാക്ക് പാക്കിങ്, അത്രയും തന്നെയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഒരുവിധം സെറ്റായി. അപ്പോൾ ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വെച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. മേമയും പെപ്പനും എന്താണേറെ ലവ് ആണോ? ഓ ഐ സി. പേടോട്ടി പോവാ, അനേരനെയും കൊണ്ടുപോവാ, അമ്മേനെയും കൊണ്ടുപോവാം, ബിജോയിനെയും കൊണ്ടുപോവാം, പപ്പേനെയും മമ്മീനെയും കൊണ്ടുപോവാം. കാറില്, നമ്മുടെ കാറിൽ കൊണ്ടുപോവാം. അനേറയും ഞാനും അപ്പം ചുമ്മാ പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. പപ്പേനെയും മമ്മീനെയും ചേച്ചീനെയും എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത്ര സന്തോഷമാണ് നമുക്ക്. പക്ഷേ എല്ലാവർക്കും ഓരോ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിക്കാമല്ലേ. സോ ഇറ്റ്സ് നോട്ട് ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്, പക്ഷേ എന്നാലും നമ്മളുടെ ഒരു ഘട്ടമാണ്. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.